എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. കുറേ ദിവസങ്ങളായി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ നീർദോശയാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നീർദോശ തയ്യാറാക്കാനായി ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വളരെ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചരി കുതിർത്തും നീർദോശ തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ഗ്ലാസ് തേങ്ങ തിരുമ്മിയതോടെ ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര. അരിപ്പൊടി എടുത്ത ഗ്ലാസ്സിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിനകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേണം നീർദോശ തയ്യാറാക്കാൻ. ഇതിനെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരയണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും കർണാടകക്കാരുടെയൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. കർണാടക, ഉടുപ്പി, പിന്നെ വടക്കൻ മലബാറിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും തയ്യാറാക്കുന്നത്. സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് അരി അരച്ച് വേണമെങ്കിലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നീർദോശ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നീർദോശയുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് അരിപ്പൊടിയും തേങ്ങയും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊരു 2-3-4 മിനിറ്റ് ഇത് അടിച്ചെടുക്കണം. ഇതുപോലെ ഇപ്പം ബാറ്ററായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നമുക്ക് മറ്റ് ദോശയ്ക്കും ഇഡലിക്കും മാവ് അരച്ച് വെക്കുന്ന പോലെ അരച്ച് വെച്ച് ഇത് പുളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല ലൂസായ ബാറ്ററായിരിക്കണം നീർദോശയ്ക്ക് വേണ്ടത്. ഇതിപ്പം നോൺ സ്റ്റിക്കിൻ്റെ തവയിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് തവ നന്നായി ചൂടായിരിക്കണം. നീർദോശ തിരിച്ചിടത്തില്ല. ഒരു സൈഡ് വെന്തതിന് ശേഷം നല്ലതായിട്ട് മടക്കിങ്ങെടുക്കുകയാണ്. അരി നമുക്കിന്ന് നീർദോശയുടെ കൂടെ തക്കാളി ചട്നിയാണ്.
തക്കാളി ചട്നി നീർദോശയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. തിരകിയ തേങ്ങ മാത്രമല്ല, കോക്കനട്ട് പൗഡറോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലോ ചേർക്കാം. അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായി കണ്ടുമുട്ടാം. ഓക്കെ.